കസ്റ്റമറൊക്കെ എപ്പോഴേ വന്നു പോയി. ഞാൻ എപ്പോഴേ ഇവിടെ വന്നിരിക്കുന്നു. ആ വൃത്തിയായിട്ടാൻ പോയി. പൈസ കിട്ടിയത് നേരെ ഇരിക്കുന്നു കാശ്. ഇതായിരിക്കുന്നു കാശ്. കഥ ചേച്ചിയാണ് ഒരു പാകിസ്ഥാനി വന്നിട്ട് എൻ്റെ റെഗുലറാ. അവന് 2 വീട്ടിലെ കാര്യമുണ്ട്. ദാ വന്നു ദാ പോയി. അവന് ജീൻസ് ഊരാൻ ഭയങ്കര ടൈറ്റ്. പക്ഷെ നല്ല അടിപൊളി ജീൻസ് ഇട്ടോ. ആ ജീൻസിൽ അവന് ലുക്ക് ഉണ്ട് കാണാൻ. അവൻ ഇട്ട ജീൻസ് ഒരു കാലം ഊരി, ഒരു കാലം ഊരാൻ പറ്റണില്ല. കാരണം അത്ര ടൈറ്റ് അല്ലേ, ഭയങ്കര ടൈറ്റ്. ഊരത്തിൽ താമസിച്ചു ജീൻസ്. ഡ്രസ്സൊക്കെ ഊരി അവൻ. ഡ്രസ്സ് ഊരി, ഷർട്ടൊക്കെ ഊരി, ടീഷർട്ടൊക്കെ ഊരി, വാച്ചൊക്കെ ഊരി, അവൻ്റെ എല്ലാം ഊരി വെച്ചു. ഒരു കാലിലെ ഊരി, ഒരു കാലം ഊരാൻ പറ്റണില്ല. ലാസ്റ്റ് ഞാൻ വലിച്ചു ഊരാൻ. അത് ഊരാൻ ഭയങ്കര താമസമായിരുന്നു. ഒരു കാലിലെ പാനിന്റെ കാല് ഞാൻ ഊരാൻ സഹായിച്ചിരുന്നിട്ട് വലിച്ചു. ഇട്ടപ്പം കയറി പാൻറ്റിന്. ഊരിപ്പം പാടായിരുന്നു. ഞാൻ ഊരി കൊടുത്തു. സിബ് മാത്രം ഊരിയാൽ മതിയായിരുന്നു. എനിക്ക് അവരെ ഫുള്ളും കാണണം. അവിടെ ഇവിടെയൊക്കെ രോമം ഇടാൻ നല്ല ചെറിയ ഇളം രോമം. പക്ഷെ നല്ല വൃത്തിയാ. പക്ഷെ സാധനം ഒരു 1.5 സാധനം പിന്നെ പാകിസ്ഥാനി അല്ലേ. പക്ഷെ അത് നല്ല വെളുത്ത കളറ്. ഈ തൊലിയുടെ കളറ്, ഈ കളറ് പാകിസ്ഥാനല്ലേ. ഈ കളറല്ല, ഇതിനേക്കാളും നല്ല വെളുപ്പുണ്ട്. എനിക്കൊരു പാകിസ്ഥാനി വന്നു ഇപ്പൊ 2 മിനിറ്റ് ആയുള്ളൂ. 2 മിനിറ്റ് ആയുള്ളൂ. ഞാൻ ലൈവ് ഇട്ടേക്കായിരുന്നു. ഒരു പാകിസ്ഥാനി വന്നതല്ല പോയി. ഇപ്പൊ ലൈവിൽ ആൾക്കാരൊക്കെ ഇത്ര പിടിന്ന് കഴിഞ്ഞു വന്നു. ഒന്നും പറയും. 22 വയസ്സ ചെക്കൻ കേട്ടാ. വെക്കൊന്നും പോയി. ഞാൻ എന്താക്കാൻ പറ്റൂ? വലിയ അല്ലട, ചെറുതായിരുന്നു, ഇച്ചിരി കുഞ്ഞത്. പിന്നെ വിവേട്ടിന് അറിഞ്ഞാ ഇന്നലെ എനിക്കൊരു പുറത്തു പോയി. ഞാൻ ഇന്നലെ ഒരു കഥ കേട്ടു. വിവേട്ട ഇവിടെ ജമ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ലൈവ് കട്ടാക്കിയിരിക്കും കേട്ടോ. ഏകദേശം 6 മണി ആയിട്ടോ വിവേട്ടാ. അപ്പൊ എന്നോട് ഒരാള് എമറേറ്റ്സിലെ ജോലിയെ, അവ ഇതിന് മുന്നേ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നാ പറഞ്ഞേട്ടോ. എന്നോട് പറഞ്ഞു, ബിജി ഒരു 2 മണി കേക്കിട്ട വിവേട്ട്. ഇന്നലാണ് സംഭവം. ബിജി എൻ്റെ അടുത്തേക്ക് ഒരു 2 മണിക്കൂറത്തേക്ക് ഒന്ന് വരുമോന്ന് വെച്ചു. എവിടെ? അൽക്കൂസീസോ അങ്ങനെ ഒരു സ്ഥലം. ഷാർജ പോകേണ്ട ഇപ്പുറത്തേക്കാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് പോയി ഏട്ടാ, ചേട്ടാ ചുമ്മാ പറ്റിക്കാൻ വിട്ടാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, നല്ല ബിജി ഞാൻ നിന്റെ അടുത്ത് ഒരിക്കൽ വന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, 3 വർഷത്തിന് മുന്നേ വന്നിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ വൈഫും മക്കളും നാട്ടിൽ പോയി. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ റൂമില്. നീ 2 മണിക്കൂറത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താക്കി വിവേട്ടാ, ഓക്കെ ഞാൻ വരാം, ഇത്ര എമൗണ്ട് വരും, വണ്ടിക്കാശ് വേറെ തരേണ്ടിരുന്നു. അപ്പൊ അവൻ എനിക്കൊരു ഇങ്ങോട്ട് ഒരു എമൗണ്ട് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയി. അവൻ പറഞ്ഞത് എമൗണ്ട് കൂടുതലാ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഏട്ടാ ഞാൻ വരാമെന്നും പറഞ്ഞു. ഓക്കെ. അപ്പൊ എനിക്കൊരു വിശ്വാസക്കുറവ് വിവേട്ടാ, ഈ മൈനെ പറ്റിക്കണയാണോന്ന് അറിയില്ല. 2 മണിക്കൂറത്തേക്കാട്ടാ, ഫുൾ നൈറ്റ് അല്ല, 2 മണിക്കൂറത്തേക്ക്. എനിക്ക് ഭയങ്കര വിശ്വാസം. എന്നിട്ട് ഇവനോട് ഞാൻ പറഞ്ഞു നിൽക്കുന്ന ലൊക്കേഷൻ വിട്ടുതരാൻ പറഞ്ഞു. എന്നിട്ട് അവൻ നിന്ന് അവന്റെ റൂമിന്റെ ലൊക്കേഷൻ വിട്ടാന്ന് കേട്ടോ. സത്യം എൻ്റെ മക്കളാണ് ഇന്നലെ സംഭവം എന്നോട് ലൈവിൽ പറയുകയും ചെയ്തു. ജമ്മു ഒക്കെ ദൃക്സാക്ഷിയാ. എന്നിട്ട് അവൻ ഇരിക്കുന്ന ലൊക്കേഷൻ എനിക്ക് വിട്ടു തന്നു കേട്ടോ. അപ്പൊ എനിക്ക് അപ്പോഴൊരു വിശ്വാസക്കുറവ്. എന്നിട്ട് അവനെ വിളിച്ചുകൊണ്ടിരിക്കുക, എടാ ഞാൻ കുളിക്കുക. അപ്പൊ ഞാൻ കുളിക്കാൻ പോയി. കുളിച്ചിട്ട് ഞാൻ കുളിക്കുക എന്നപ്പോ ഞാൻ ലൈവ് ഇട്ടപ്പോൾ ഞാൻ ചമാനോടൊക്കെ പറഞ്ഞു ഞാൻ പോയിട്ട് വരട്ടെ, 2 മണിക്കൂറത്തേക്കാട്ടാ. അപ്പൊ ഞാൻ മൂടി വിളിച്ചു. നമ്മൾ യാത്രയായി ടാക്സി കയറുമ്പോൾ പറ്റിച്ചാൽ എൻ്റെ വണ്ടിക്കാശ് പോവില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഞാൻ കുളി കഴിഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് വെച്ചു. ബിജി ചേച്ചി ഇറങ്ങിക്കോ, എനിക്കൊരു തന്തയുള്ളൂ. ചേച്ചിക്ക് എന്നെ അറിയാം, ചേച്ചി ഇവിടെ വരുമ്പോൾ എന്നെ മനസ്സിലാവും. ചേച്ചിയുടെ അടുത്ത് ഇതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ വൈഫ് പോയതുകൊണ്ടാ നാട്ടില്. അപ്പൊ അതുകൊണ്ടാ അങ്ങോട്ട് വരാൻ പറ്റാഞ്ഞിട്ട് ചേച്ചി ടാക്സി വിളിച്ചിട്ട് പോരാ, വണ്ടിക്കാശ് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ കുറെ വാക്കൊക്കെ തന്നു. അവന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ടാക്സി കയറി. ഞാൻ ഇവിടെ കുറെ നേരം നിന്നിട്ട് ടാക്സി കിട്ടിയില്ല കേട്ടോ. അപ്പൊ എനിക്കൊരു പ്രൈവറ്റ് ടാക്സി കിട്ടി, കള്ള ടാക്സി, ഒരു പാകിസ്ഥാന്റെ. ആ ടാക്സി കിട്ടിയപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു LKCs വരെ എത്ര വരും എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു കയറി ഇരിക്കുന്നിട്ട് ഞാൻ അവന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പാകിസ്ഥാൻ്റെ അതിൽ ഫോൺ കൊടുത്തു. എന്നിട്ട് ഇവര് തമ്മിൽ ലൊക്കേഷൻ സ്ഥലം പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ പാകിസ്ഥാൻ എത്ര വരും പറയാ, 100 ദിർഹംസ് വരുന്നു അങ്ങോട്ടേക്ക്. അപ്പോൾ ഒന്നാമത് 6:30 ടൈമിൽ ഈ ജോലി ദുബായിൽ നിന്ന് ഷാർജയ്ക്കൊക്കെ നോക്കി ഫുള്ളും വഴി ബ്ലോക്ക് ആണല്ലോ. ടാക്സിക്കായാലും 150 പറഞ്ഞേനെ, കാരണം പ്രൈവറ്റ് ടാക്സിക്ക് പോയതുകൊണ്ട് 100 വന്നു. കാരണം ഭയങ്കര ട്രാഫിക് വന്നു. 1 മണിക്കൂർ എടുത്തു. എന്നിട്ട് വിവിയുടെ കേക്ക് കിട്ടാം. അങ്ങനെ ഞാൻ അവിടെ എത്തിയ ടൈം കേൾക്കണം. എത്തിയ ടൈം 7:45. ശ്രദ്ധിച്ച് കഥ കേട്ടോ. എൻ്റെ മക്കളാണ്, കള്ളത്തരം പറയില്ല എന്നറിയില്ല. ഞാൻ അവിടെ എത്തിയ സമയം
7:45. അപ്പൊ ഞാൻ ചക്കനില്ല, അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അവനും സാക്ഷിയാണ്. അവനും പറഞ്ഞു. ഞാൻ പറഞ്ഞു എടാ ഞാനിവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ സൈലന്റ് ഏരിയ കേട്ടോ, ഭയങ്കര വലിയ VIP താമസിക്കുന്ന ബിൽഡിങ്ങാണ്. എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയായി കേട്ടോ, അവസ്ഥയും. എന്നിട്ട് ഇവനെ ഞാൻ വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എടാ നീ പറഞ്ഞ ലൊക്കേഷനിൽ ഞാൻ എത്തി. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇതിൽ കൂടെ എങ്ങനെ കയറുക? അപ്പൊ ചേച്ചി എൻട്രൻസിൽ വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻട്രൻസിൽ 3 ലിഫ്റ്റ് കാണാം. ചേച്ചി ഒരു കാര്യം ചെയ്യും, ആ ബിൽഡിങ്ങില് ലിഫ്റ്റില് 6ാമത്തെ ഫ്ലോറിൽ ലിഫ്റ്റിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ഇവർ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ആ പാകിസ്ഥാനോട് പറഞ്ഞു 2 മണിക്കൂറത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ടാക്സി വിളിച്ച് പൊക്കോളാന്ന് പറഞ്ഞിട്ടാ. സമയം 7:58 ആയിട്ടുള്ളൂ വിവേട്ട, ടൈം ശ്രദ്ധിക്കണം. രസമുണ്ട്, കോമഡിയാ. 7:58. അങ്ങനെ ഞാൻ എന്താക്കി, 6ാമത്തെ ഫ്ലോറിൽ നിൽക്കിയപ്പം ഇവന് വിളിച്ചിട്ട് കിട്ടണില്ല, നെറ്റില്ല അവിടെ. മേബിളും ഉണ്ടായിരുന്നു ആ കഥയിൽ. അങ്ങനെ ഞാനിങ്ങനെ നോക്ക്, ഇവ റൂം നമ്പർ പറഞ്ഞില്ല വിവേട്ടെ. എനിക്ക് ഭയങ്കര ടെൻഷനായി. എന്നിട്ട് ഞാൻ കുറേ നേരം വിളിച്ചു. ലാസ്റ്റ് ഒരു വട്ടോടെ വിളിക്കാൻ തിരിച്ചു പോകാൻ നിൽക്കുക. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്തപ്പോൾ കിട്ടിയിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ ഈ 6ാമത്തെ ഫ്ലോറിൽ നിൽക്കുക, ഇനി എങ്ങോട്ടാ എനിക്കറിയില്ല, കുറേ റൂം നമ്പർ കാണുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ടിക് 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 ആ നമ്പറിലേക്ക് വരാൻ പറഞ്ഞു. നമ്മൾ അപ്പൊ ഞാൻ നോക്കി, നീ നേരെ പോകുന്നോളം അവൻ കാണുന്നുണ്ട്, തൊളയെക്കൂടെ എന്നെ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞു ലിഫ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂം നീ കയറി വാന്ന് പറഞ്ഞു. നമ്പർ പറഞ്ഞു ടിക് 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 ടിക്. ഓക്കെ 7 നമ്പർ എങ്ങാണ്ടൊക്കെ, 7 അല്ല 4 5 നമ്പർ ഇട്ടു. നമ്പർ നമ്മൾ പറയുന്നത് മോശം, നമ്പർ മാറ്റി പറയാം. 6800 അങ്ങനെ 2 ആ നമ്പറിലേക്ക് വരാൻ പറഞ്ഞു. അവനും ഞാൻ പോയിട്ടോ ചേട്ടാ. അപ്പൊ ഇവൻ ഡോർ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വാതിൻ്റെ അവിടെ നിൽക്കുക. അപ്പൊ ഞാൻ കയറി പിരിട്ടിട്ടാ ഞാൻ കയറിയിട്ട്. അപ്പൊ ഞാൻ ഇവനെ നോക്കാം. അപ്പൊ ഇവനെ ഞാൻ നോക്കി, എനിക്ക് അറിയുന്ന ആളാണെന്ന് അറിയണ്ടേ. പണ്ടാറ് മുടി വളർത്തിയതുകൊണ്ടാണെന്ന് എനിക്കറിയാം. മുടി ഇത്ര ഉണ്ട് അവന്, മുടി ഇത്ര ഉണ്ട്. എനിക്ക് ആളെ മനസ്സിലായില്ല വീട്, സത്യം. ഇവൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ മുഖത്ത് ചിരിക്കുക. ഞാൻ പേടിച്ചിരിക്കുക. എന്താ ബിജി പേടിക്കുന്നത്? നീ ഇങ്ങനെ നോക്കണേ, ഒന്ന് കൂളാവെന്ന് പറഞ്ഞു. സമയം 7:58 ആയിട്ടുള്ളൂ. ഓക്കെ 7:58, 8 മണി ആയിട്ടില്ല. 8 മണി ആവുന്നെങ്കിൽ 7:59 8 മണിന്റെ ഇടയിലായിട്ട് വരും ടേ. ഞാൻ അവൻ്റെ റൂമിലെത്തിയത്, ടൈം ശ്രദ്ധിക്കണം. ഇത് കേക്ക്. അങ്ങനെ ഇവനോട് റൂമൊക്കെ വലിയൊരു റൂമാണ്, എമറസ്റ്റിലാണ് ജോലി. അവൻ്റെ കമ്പനി റൂമാണത്. അപ്പൊ ഞാൻ 2 ബാത്റൂമും വലിയൊരു കിച്ചണും ഒരു വലിയ ഹാളും 2 ബെഡ്റൂമും. അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടാ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടാ? ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, ഒരു അന്ധകാരം പിടിച്ച സ്ഥലം, ലൈറ്റിലധികം കറണ്ടിലും കൊടുക്കണ്ടേ, അതുകൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പോൾ കുറെ പിള്ളേരുടെ കുപ്പായൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു മക്കളും ഫാമിലി ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അവര് പിന്നിഞ്ഞാന്ന് പോയതേ ഉള്ളൂ നാട്ടിലേക്ക്, കല്യാണത്തിന് പോയേക്കാന്ന്. കാരണം അവർ പിള്ളേരെ കളിപ്പാട്ടവും വൈഫിന്റെ കുറെ വാച്ചും അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്, മക്കളുടെ ഡ്രസ്സ്. അങ്ങനെ ഞാൻ റൂമിൽ കയറിയപ്പം ഞാൻ അവിടെ കട്ടിലിരുന്നു. എനിക്ക് അത്രയും ടെൻഷനായിരുന്നേ. അപ്പൊ ഞാൻ അവൻ്റെ നെഞ്ചിങ്ങനെ പിടിച്ചത്. അപ്പൊ കൈ അവിടെ പിടിച്ചാൽ മതി. അപ്പൊ എനിക്ക് കൂളായി, ചെക്കൻ കുഴപ്പമില്ല, നല്ല ചെക്കനാ എന്ന് വിചാരിച്ചു. അന്നൊരു കഥ കേട്ടോ. അങ്ങനെ ഞാൻ ബാഗ് അവിടെ വെച്ച് സെയിം ബാഗ് കേട്ടോ, സെയിം ബാഗ് കേൾക്കണിനാണ് കഥ. സെയിം ബാഗും ഞാൻ അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ, കിടന്നോളം പറഞ്ഞു. എൻ്റെ വിവിയേട്ടാ, ഞാൻ 8 മണിക്കാണ് കൈ തൊടണത്. എന്നോട് 2 മണിക്കൂറത്തേക്കാണ് പറഞ്ഞത്. എന്നോട് ഓൾറെഡി നമ്മുടെ ചെക്കല്ലേ അവൻ പറഞ്ഞു നീ പോയിക്കോ, അത്ര ഒന്നും എടുക്കൂല എന്നോട് പറഞ്ഞു. രസതാ ഇങ്ങനെ പിടിച്ചോളൂ. സാധനം പോയി 8:05 8:10 സാധനം പോയി. ഞാൻ പറഞ്ഞിട്ട് എന്നോട് പറയാ ഇനി വിട്ടോ, കഴിഞ്ഞു, ഇനി നീ പൊക്കോളായി. ഞാൻ ഇത്ര പിടുന്നു, നീ 2 മണിക്കൂറത്തേക്ക് വേണ്ട, ഇത് മതി, നീ ലെക്കായില്ലേ, കാശ് ഫ്രീ കൂടുതൽ കിട്ടിയില്ലേ? അത് സത്യം, ഞാൻ പൊക്കോട്ടെ. അപ്പൊ ഞാൻ എന്തൊക്കെ ഇറക്കി വിട്ട ടാക്സിക്കാരനെ ഇറക്കുന്നു വിളിച്ചു. നമ്മുടെ ഇവിടുന്ന് കയറിയ ടാക്സിക്കാരനല്ലേ, ആ ടാക്സിക്കാരൻ വിളിപ്പ് ടാക്സിക്കാരൻ ഇത്ര പിടുന്ന് ഫിനിഷ് ആയോന്നു. ഞാൻ പറഞ്ഞാ നീ തന്നെ സംസാരിക്കും. ടാക്സിക്കാരൻ റൗണ്ട് അബൌട്ട് എത്തി, തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പൊക്കോട്ടെ, പൊയ്ക്കോ. ഞാൻ പറഞ്ഞു ഞാൻ പോട്ടെ. അപ്പൊ അവൻ പോട്ടേടാ, പൊക്കോ, ഞാൻ ഹാപ്പിയാണ്. ഞാൻ അങ്ങനെ പോയിട്ടാ. 8:10 ഞാൻ താഴെ എത്തി.
2 മണിക്കൂറത്തേക്കെന്നും പറഞ്ഞ എന്നെ വിളിച്ചോണ്ട് പോയവനാ. എനിക്ക് കാശ് കൂടുതൽ കിട്ടി വിവിയേട്ടാ. ഞാൻ പറഞ്ഞ എമൗണ്ട് ഇത്രയാ, അവൻ ഞാൻ പറഞ്ഞേക്കാളും കൂടുതൽ വന്നു.